രാജ്യത്തിൽ പോലീസുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മനോധൈര്യം കൂടെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയാകും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അക്ഷയ്, ഇവര് പറഞ്ഞത് ഇടിവണ്ടിയിൽ കൊണ്ടുപോയി തൂക്കി കൊല്ലു അടിക്കുന്നൊക്കെയാണ്. അങ്ങനെ തന്നെ പറയും. കിട്ടോ വേണ്ട, നിങ്ങൾ നമ്മുടെ എം പിക്ക് അപ്പൊ ഈ 2 പോലീസുകാര് സാലറി കിട്ടുന്നില്ല, അഡ്വാൻസ് കിട്ടുന്നില്ല, അതേപോലെ ഫുഡ് കിട്ടുന്നില്ല. ഇത് കൊടുക്കണം. ഞങ്ങൾ ഇന്നലെ കൊല്ലില്ലെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാവുമായിരുന്നു? എന്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ? മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്. ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാധനം ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസാണ്, സർവൻസ് ആണ് ജനങ്ങളുടെ. ഞങ്ങൾ കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? അല്ല സാർ, ഹിന്ദിക്കാരെ എന്തുകൊണ്ട് വിളിച്ചില്ല? കേരളത്തിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറ്റവാസനയുള്ള പെറുക്കി നായകൾ സുലഭമാണ്. മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഇവർ കൂട്ടമായി വന്ന് വഴിയെ പോകുന്ന പാവപ്പെട്ടവരുടെ തല തല്ലി പൊളിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക. ഇതൊക്കെ ഇവരുടെ ഹോബിയാണ്. ഇത് നേരിൽ കണ്ട ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാതാപിതാക്കളുടെ പിടിപ്പിക്കൽ കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു നടക്കുന്ന ചെന്നായക്കൾ കേരളത്തിൻ്റെ പൊതുനിരത്തുകൾ കീഴടക്കിയിരിക്കുന്നു. ഇവിടെ ഒരു പോലീസുകാരനെ എത്ര ധൈര്യത്തോടു കൂടിയാണ് ഈ പെറുക്കി നാറി ഭീഷണിപ്പെടുത്തുന്നത്? പോലീസാകട്ടെ പേടിച്ച് വിറച്ചുകൊണ്ട് ജീപ്പിനകത്തിരിക്കുന്നു. ഇതുപോലെയുള്ള പോലീസുകാർ എങ്ങനെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കും? രാത്രി സമയങ്ങളിൽ പട്രോളിങ്ങിന് പോകുന്ന പോലീസുകാരുടെ കയ്യിൽ തോക്ക് നിർബന്ധമാക്കുക. ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന പെറുക്കി നായകളുടെ മുട്ടുകാലിൽ വെടിവെച്ച് വീഴ്ത്തുക. മേലാൽ ഇവർ പരസഹായം കൂടാതെ എണീറ്റ് നടക്കരുത്. അല്ലെങ്കിൽ നിരപരാധികളായ ജനങ്ങൾ ചത്ത് മലച്ച് പെരുവഴി കിടക്കേണ്ടി വരും. അവരെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങൾ ഉപജീവനത്തിനായി പൊതുജനങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള പെറുക്കി നായകളാണ്. ഇതുപോലെയുള്ള പെറുക്കികളെ നേരിടാൻ പോലീസ് മനോധൈര്യത്തോടു കൂടി മാത്രം നിരത്തുകളിൽ ഇറങ്ങുക. പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് പാതിരാത്രികളിൽ സ്വന്തം ആവശ്യങ്ങൾ കഴിച്ച് വീടണയാൻ നോക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് തീർച്ചയായും പോലീസ് സംരക്ഷണം കൊടുക്കണം. പോലീസ് സംരക്ഷണം കൊടുത്തേ മതിയാവൂ. അല്ലാതെ ഇതുപോലെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ രാജ്യം ഒരു നിയമം ഒരു നീതി. അത് പണ്ട്. ഇപ്പോൾ 2 നിയമം 2 നീതി. വീഡിയോ കാണുക. സാർ, എന്താ ഒരു ഹിന്ദുവിനെ കൊന്നിരിക്കുന്നു? കൊന്നവന്റെ പേര് ആസാദ് എന്നാണ്. എന്താ പേര്? ആസാദ്. സൽമാനാ? ഷൂട്ട് ചെയ്, അവന്റെ തല നോക്കി ഷൂട്ട് ചെയ്. ഇവിടെ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നുകളാ. സാർ, എന്താ ഒരു ഹിന്ദുവായ കുട്ടിയെ ക്രൂരമായി നിലത്തടിച്ച് കൊന്നിരിക്കുന്നു. കൊന്നവനും ഹിന്ദുവാണ്. എന്ത് ചെയ്യാം സാർ? എവിടെ? ഫിറോസാബാദിൽ സാർ. നാറികൾക്ക് കാലിൽ ഷൂട്ട് ചെയ്. ചാവാതെ നോക്കണം. പിന്നെ അവനെ വിട്ടേക്ക്.